ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസും ഒക്കെ അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഈ പശ്ചിമേഷ്യൻ ഇഷ്യൂലോട്ട് വരുമ്പോൾ ഇപ്പോൾ യുദ്ധം കനക്കുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വാർത്തകളൊന്നും പുതിയ നിമിഷത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും സാർ, ഇപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ക്രൂഡിൻ്റെ ഒരു പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ക്രൂഡിൽ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും WT ക്രൂഡ് അതുപോലെ തന്നെ ബ്രെന്റ് ക്രൂഡിലോട്ടൊക്കെ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ നേട്ടം തന്നെയാണ്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൂഡിൽ എത്തരത്തിലാണ്? വിഷ്ണു, ഇന്നലെ നമുക്ക് ക്രൂഡിന്റെ കേസിൽ വലിയൊരു മുന്നേറ്റം ബൈയിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെട്ട് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്നും ലോങ് ടേം ബെയറിഷ് ട്രെൻഡ് സൈഡ് വേസായി മാറിയിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻസ് ക്രൂഡ് ഓയിൽ ഇനി എടുക്കാൻ ശ്രമിക്കരുത്. WT ക്രൂഡിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $83 മുതൽ $84.50 ഈ റേഞ്ചിലായിരിക്കും. നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. $78 ലെവലിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇത് കാണുന്നത് ഗോൾഡ് നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. 4014 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിൽ സർ വാച്ച് ചെയ്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $3950 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ബട്ട് വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. US മാർക്കറ്റിൽ ഇന്നലെ ക്ലോസ് ചെയ്തതും ഇടിവ് രേഖപ്പെടുത്തിക്കൊള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. ഡൗ ജോൺസ് 0.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 0.79% ഇടിവ്, നാസ്ഡാക്കിൽ 1.5% ഇടിവ് എന്നിങ്ങനെയാണ് ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 30,100 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ഷോർട്ട് ടേം ബുള്ളിഷായി മാറത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 29,200 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസുകൾ 53,000 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 52,000 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നിലയിലുള്ള ഒരു ക്ലോസിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തുടക്ക സമയം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു. അത്തരത്തിലുള്ളൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ മാർക്കറ്റിൻ്റെ ഒരു സെക്കൻഡ് സെഷനിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഒരു റീബൗണ്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന രീതിയിലേക്ക് ഒരു ക്ലോസിംഗ് എടുക്കാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 24,211 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ഇന്നലെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഇന്നലത്തെ ഒരു റീബൗണ്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം സൈഡ് വേസ് ആയി തന്നെ മാറിയിട്ടുണ്ട്. ഇൻഫാക്ട് ഷോർട്ട് ടേം സൈഡ് വേസ് ആണെങ്കിൽ പോലും അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 23,700 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി 50 ഇൻഡെക്സിന് 24,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിൽ നിന്ന് ചുരുങ്ങാൻ 400 മുതൽ 500 പോയിന്റ് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്നെസ്സിൽ നിന്നും ബുള്ളിഷ്നെസ്സിലോട്ട് മാറണമെങ്കിൽ 24,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി 58,131 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 0.15% നേട്ടമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് എത്തരത്തിലായിരുന്നു താങ്കൾ വിലയിരുത്തുന്നത്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക.
നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറന്റ് ലെവൽസിൽ നിഫ്റ്റിയുടെ ETF ആയിട്ടുള്ള ബാങ്ക് ബേസ് കറന്റ് ലെവൽസിൽ വാങ്ങിക്കാൻ സാധിക്കും. ബട്ട് നമ്മൾ റിസ്ക് കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ ഒരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 58,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. മേജർ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 56,400 പോയിന്റ്. സർ, IT ഇന്നലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ബെറ്റർ പെർഫോമൻസ് നടത്തി മാർക്കറ്റിൽ ഒരു ക്ലോസിംഗ് എടുത്തായിട്ടാണ് കാണുന്നത്. IT 3.59% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. IT ഇൻഡെക്സിൽ ഈ ഒരു തിരിച്ചുവരവ് താങ്കൾ എത്തിയതെന്നാണ് നോക്കിക്കാണുന്നത്. നമ്മൾ IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം മുതൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ ഇൻഡെക്സും ഈ സെക്ടറിലുള്ള മേജർ സ്റ്റോക്സും ഒക്കെ നേരിട്ടിരിക്കുന്നത്. ആൻഡ് നാച്ചുറലി ഇത്രയും വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് മാർക്കറ്റ് ഹാഡ് ബിക്കം എക്സ്ട്രീംലി ഓവർസോൾഡ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്കതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. കറന്റ് ലെവൽസിലെ മേജർ സ്റ്റോക്സിലൊന്നും തന്നെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 31,000 മുതൽ 32,000 പോയിന്റ് വരെ. 34,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നിഫ്റ്റി IT ഇൻഡെക്സ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, IT-യിൽ നിന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയാവുന്ന HCL ടെക്കിൻ്റെ Q1 റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. HCL ടെക്കിലോട്ട് വരുമ്പോൾ 4.91% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തത്. റിസൾട്ടിലോട്ട് വരുമ്പോൾ ലാഭത്തിൽ 20% വർധനവാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനത്തിൽ 13.9% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോളർ വരുമാനം 2.9% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് 12 രൂപ എന്നൊരു പ്രഖ്യാപനവുമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം IT ഇൻഡെക്സ് പോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു ലോങ് ടൈം ട്രെൻഡിൽ ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് മാറിയതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ മാസത്തിലോട്ട് വരുമ്പോൾ ഒരു 13% അല്ലെങ്കിൽ 14% തന്നെ ഒരു റിക്കവറി നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം കണ്ടോ അതോ ഇതും ഒരു ഷോർട്ട് കവറിംഗ് എന്ന രീതിയിലാണോ വിലയിരുത്തേണ്ടത്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. നിഫ്റ്റി IT ഇൻഡെക്സിനെ മിറർ ചെയ്തുകൊണ്ട് ഒരു മൂവ്മെന്റ് നമുക്ക് HCL ടെക്കിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നലെ നമുക്ക് IT ഇൻഡെക്സിൽ ഇത്രയും വലിയ റിക്കവറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ബീൻ HCL ടെക്നോളജി. ബട്ട് HCL ടെക്നോളജിയുടെ കേസിലും ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഓവർസോൾഡ് ആൻഡ് നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 1,400, 1,480 ഈ റേഞ്ചിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ബട്ട് അഥവാ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ടെക്നോളജി സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് അസറ്റ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് കൊഫോജിന്റെ കേസിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ട 1,562 മൈ എക്സ്പെക്ടേഷൻ അത് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1,358 രൂപ. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന സ്റ്റോക്ക് വിച്ച് ഇസ് നൗകരി നിഫ്റ്റി IT ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ നൽകിയിരിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ഇപ്പോൾ കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാം. 1,138 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഡിക്സന്റെ കേസിലും നമുക്ക് ഔട്ട് പെർഫോമൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 12,800 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 14,100 രൂപ. സർ, IT-യിൽ നിന്നുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. അത് ടാറ്റ എലക്സിയാണ്. 3,823 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. 3.61% നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയെങ്കിൽ കൂടി ലോങ് ആൻഡ് ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ബെയറിഷ് ട്രെൻഡിലാണ് ഇപ്പോഴും കാണുന്നത്. ടാറ്റ എലക്സിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ടാറ്റ എലക്സിയുടെ കേസിലും നമുക്ക് അണ്ടർടോൺ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എക്സ്ട്രീംലി ഓവർസോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പൊസിഷൻസ് ഈ സ്റ്റോക്കിലുണ്ടെങ്കിൽ അത് ഉടനടി വൈൻഡ് അപ്പ് ചെയ്യുക. നമ്മൾ കോൺട്രേറിയൻ ഹൈ റിസ്ക് ട്രേഡ് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും.
ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 3500 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 4200, അതിനുശേഷം 4500, 4800. 4800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഇൻസിഡന്റ്ലി ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ടാറ്റ ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ഇന്നലെ വലിയൊരു മുന്നേറ്റം കാണാൻ ഇടയായി. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 782 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സീമെൻസ് ലിമിറ്റഡിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. സീമെൻസ് ലിമിറ്റഡ് 3477 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഏപ്രിലിൽ നല്ല രീതിയിലൊരു റാലി രേഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ 29% ഒരു റാലി രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു ഷോർട്ട് ടൈമിൽ ചെറിയൊരു വീക്ക്നെസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നാലും പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. 263 കോടിയുടെ വാല്യൂ വരുന്ന ഒരു ഓർഡറാണ് ഇപ്പോൾ ഈ പറയുന്ന സീമെൻസിൽ ലഭിച്ചിരിക്കുന്നത്. റെയിൽ വികാസ് നിഗത്തിൽ നിന്നാണ് ഇപ്പോൾ കമ്പനിക്ക് ഇത്തരത്തിലൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിങ്ങിൽ ഇപ്പോൾ എത്തരത്തിലാണ്? സീമെൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ബെയറിഷായി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3280 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻസിഡന്റ്ലി സീമെൻസിന്റെ ട്വിൻ കമ്പനി ആയിട്ടുള്ള എൻറിന്റെ കേസിൽ ഇന്നലെ സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് 3200 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബുള്ളിഷ്നെസ് തിരിച്ച് കാണാൻ സാധിക്കണമെങ്കിൽ 3600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇതേപോലെ തന്നെ മറ്റൊരു ജർമ്മൻ കമ്പനി ബോഷിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കറന്റ് ലെവൽസിൽ 4800 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ടു പ്രൊട്ടക്ട് ദ പ്രോഫിറ്റ്. ആൻഡ് കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു ഗ്ലോബൽ സ്റ്റോക്ക് വിച്ച് ഹസ് ഔട്ട് പെർഫോംഡ് ദ നിഫ്റ്റി 50 കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയിൽ ഇറ്റ് ഇസ് നെസ്ലെ. ആൻഡ് നെസ്ലെ ഇസ് FMCG സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1400 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമ്മൾ പലപ്പോഴും ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കായിരുന്നു BSE സംബന്ധിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ സ്റ്റോക്ക് നല്ലൊരു റാലി രേഖപ്പെടുത്തുകയും അതിനുശേഷം ഒരു സ്ലൈറ്റ്ലി ഒരു വീക്ക്നെസ്സിലോട്ട് സ്റ്റോക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം ഒരു നേട്ടം നൽകിയത് കൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഇപ്പോൾ BSEയുടെ ഓഹരിയിൽ നടക്കുന്നത്? കറൻ്റ് 3804 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ BSEയിൽ എന്താണ്? BSEയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3600 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. 4010 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് CDSLന്റെ കേസിൽ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിലും നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1280 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. CDSLന്റെ കോമ്പീറ്റിംഗ് കമ്പനി ആയിട്ടുള്ള NSDL ലിസ്റ്റിംഗിന് ശേഷം നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ബോട്ടം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഈ ഒരു കറക്ഷൻ ബൈയിങ് അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ്. ആദ്യത്തെ 818 അതിനുശേഷം 795. എനിക്ക് തോന്നുന്നില്ല 795 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 940 മുതൽ 970 ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമുക്കൊരു മൾട്ടി ബാഗ് റിസൾട്ട് നൽകാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ടേക്കാണ് അറിയേണ്ടത്. 486 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. 2.62% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് അവസാനിച്ചൊരു ട്രേഡിംഗ് ദിനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഏപ്രിൽ മാസത്തിന് ശേഷം നല്ലൊരു റാലി രേഖപ്പെടുത്തിയും അതിനുശേഷം പിന്നീട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏപ്രിലിൽ രേഖപ്പെടുത്തിയ ആ ഒരു മുന്നേറ്റം വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത ഈ ഒരു സ്റ്റോക്കിലുണ്ടോ?
ജനയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷനിൽ 420 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 518 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻസിഡന്റ്ലി കേരള ബേസ്ഡ് ഈസ് ഓഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്ക് 37 രൂപയിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 34 രൂപ 50 പൈസയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സനി, ബജേൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. ബജേൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ഇന്നലെ 1% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. 191 എന്നൊരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ മാസം ഈ ഒരു സ്റ്റോക്ക് 37% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? വിഷ്ണു, കമ്പനിയുടെ പേര് ഒരിക്കൽ പറയാമോ? ബജേൽ പ്രൊജക്ട്സ്. ഞാൻ സ്പെല്ലിംഗ് പറയാം സാർ. BAJEL. ബജേൽ പ്രോജക്ട്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ പൊസിഷൻ നിലനിർത്തുക. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 165 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വിഷ്ണുവിൻ്റെ കൂടെ തിരിച്ചു വരുന്നതിന് മുൻപ് നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് 2 ബാങ്കുകളെ കുറിച്ച് സംസാരിച്ചു. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഞാൻ മറ്റൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഉത്കർഷിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒരു 5-8 മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലിസ്റ്റിങ്ങിന് ശേഷം വലിയൊരു സെൽ ഓഫ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. നമുക്ക് ഡിസംബർ 24 ശേഷം വലിയൊരു സെല്ലിങ്ങിനെ തുടർന്ന് ഈ സ്റ്റോക്ക് 58 രൂപയിൽ നിന്നും ഏകദേശം 10 രൂപ വരെയായിരുന്നു ഇടിഞ്ഞത്. എങ്കിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. 13 രൂപ 75 പൈസയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 16 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡായി സ്റ്റോക്കിൽ കാണുന്നത്. സനി, KPI ടെക്നോളജീസിൻ്റെ ഒരു ടേക്കറാണ്. 573 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. 2% നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഷോർട്ട് ആൻഡ് ലോങ് ടൈം ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബെയറിഷ് ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 530 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, റിയൽറ്റിയിൽ നിന്നുള്ള അനന്തരാജിൻ്റെ ഒരു ടേക്ക് കൂടി അറിയേണ്ടതുണ്ട്. ഏപ്രിലിന് ശേഷം പതിയെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിക്കുന്ന രീതിയിൽ പതുക്കെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എടുക്കുന്നതായിട്ട് ഈ ഒരു സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. 589 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. റിയൽറ്റിയിൽ നിന്നുള്ള ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? അനന്തരാജിന്റെ കേസിൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 602 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൊമെന്റം കാണാൻ സാധിക്കും. റിയാലിറ്റി മേഖലയിൽ നിന്നും എൻ്റെ ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്ന അറ്റ് ദ മൊമെന്റ് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ആദിത്യ ബിർല റിയൽ എസ്റ്റേറ്റ്. നല്ലൊരു കറക്ഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഫോം ആയിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1480 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സർ, ഈ ലിസ്റ്റിങ്ങിന് ശേഷം വലിയൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു ഗൗഡിയം IVF വുമൺ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലെ 4.6% നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് ഈ ലിസ്റ്റിങ്ങിന് വന്നത് ഫെബ്രുവരി ആയിരുന്നു. അതിനുശേഷം പിന്നീട് കണ്ടത് ഏപ്രിൽ വലിയൊരു കുതിപ്പായിരുന്നു. ഓൾമോസ്റ്റ് 70% ഒരു കുതിപ്പ് ഏപ്രിൽ മാസത്തിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ ഞാൻ സ്പെല്ലിംഗ് പറയാം സാർ. സ്റ്റോക്കിന്റെ പേര് ഗൗഡിയം IVF എന്നാണ്. സ്പെല്ലിംഗ് GAUDIUM. വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ ഇപ്പോൾ ഇൻഫർമേഷൻ ലഭ്യമല്ല. ഇത് അടുത്തൊരു സെഷനിൽ കവർ ചെയ്യാം.
ഓക്കെ, നമുക്കിനി CG പവറിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. CG പവറിനെ സംബന്ധിച്ച് 905 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 1% ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഫെബ്രുവരി മാസത്തിന് ശേഷം ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? CG പവറിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് സ്റ്റോക്ക് അല്പം ഓവർ ബോട്ട് റീഡിംഗ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 880 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി L&T ഫിനാൻസിൻ്റെ ഒരു ടേക്ക് അറിയേണ്ടതുണ്ട്. 324 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് സ്റ്റോക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുക്കുന്നത്. ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി LTF രേഖപ്പെടുത്തിയിരുന്നു. താങ്കളുടെ ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? LT ഫിനാൻസിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. 308 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 342 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസിഡന്റ്ലി നമ്മൾ ഈ ഫോറത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ബജാജ് ഫിനാൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ബജാജ് ഫിനാൻസിന്റെ കേസിൽ കറന്റ് ലെവൽസിൽ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 1025 രൂപ ഇസ് ദ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആൻഡ് 990 രൂപ ഇസ് ദ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. ആൻഡ് അതേസമയം ഇതിന്റെ ട്വിൻ കമ്പനി ആയിട്ടുള്ള ബജാജ് ഫിനാൻഷ്യൽ സർവീസസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റ് പെർഫോം ആയിരിക്കുന്നത്. 1920 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസിഡന്റ്ലി ബജാജ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ബജാജ് ഹോൾഡിംഗ്. ബജാജ് ഹോൾഡിംഗിന്റെ കേസിൽ ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചെങ്കിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പായി ഈ സ്റ്റോക്കിൽ ഫോം ആയിരിക്കുന്നത്. 10,920 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിരുന്നു. സർ, ഈ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ടേക്ക് അറിയണം. 187 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. 2% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്ക് മെയ്യിൽ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു വീക്ക്നെസ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. ടാറ്റ സ്റ്റീലിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 184 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി മാപ്മൈ ഇന്ത്യനെ കുറിച്ചാണ് അറിയേണ്ടത്. മാപ്മൈ ഇന്ത്യ ഈ ഒരു മാസം ഒരു മികച്ച പ്രകടനമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 40% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. അതായത് വലിയ രീതിയിലൊരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്ന ഓഹരിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം കണ്ടതിന് ശേഷമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്കിതിനെ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. സോ മാപ്മൈ ഇന്ത്യയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം ഈ സ്റ്റോക്ക് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവലിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ്, അതല്ലെങ്കിൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1225 മുതൽ 1280 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇനി ഫാർമയിൽ നിന്നുള്ള ഡോക്ടർ റെഡ്ഡിയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. 1234 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇന്നലെ 1% അല്ലെങ്കിൽ 0.8% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഡോക്ടർ റെഡ്ഡിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഡോക്ടർ റെഡ്ഡിയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കാം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ മേഖലയിൽ നിന്നും നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഗ്ലാക്സോ. ഗ്ലാക്സോയുടെ കേസിൽ 2462 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് കാണാൻ സാധിക്കുന്നത്. ഇനി LICയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. LIC നമ്മൾ പലപ്പോഴും ഡിസ്കഷനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. LIC നോക്കുമ്പോൾ ഏപ്രിൽ തുടങ്ങി ഒരു ബോട്ടം എടുത്ത പോലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്ന പോലെ പതിയെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എടുക്കുന്നതായിട്ടാണ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലൊക്കെ സ്റ്റോക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. LICയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, LICയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഒരു സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക്.
ആൻഡ് LICയുടെ കേസിൽ വിഷ്ണു പറഞ്ഞ വളരെ ശരിയാ, ട്രെൻഡ് പയ്യെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താം. ബട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 452 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 410 രൂപയുടെ സ്റ്റോപ്പ് സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഇനി അവസാനമായി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പരാസ് ഡിഫൻസ് ആണ്. 1224 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 57% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. പരാസിൽ താങ്കളുടെ ഒരു ടേക്ക് പറയാമോ? പരാസിന്റെ കേസിലെ ഡിഫൻസ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഹൗവർ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1150 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഡിഫൻസ് മേഖലയിൽ നിന്ന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ശക്തമായിട്ട് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ച 2 സ്റ്റോക്സ് ആ ഭാരത് എർത്ത് മൂവേഴ്സ് ആൻഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. കമ്പനീസിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. മറ്റൊരു 2 സ്റ്റോക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ടത് മാസഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഇതോടെ ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇനി മാർക്കറ്റ് സ്ക്രീനറാണ് എൻ്റെ കൂടെ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.